ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം ഭാര്യ മദ്യപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചു, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി എന്നും കൂടി കാണിച്ച് ഭർത്താവിന് ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫാമിലി കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസ് എന്ന് പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷൻ ആണ്. ഹസ്ബൻഡ് കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷൻ ആണ്. അതിൽ ഹസ്ബൻഡ് പറയുന്നത് ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം അതിലെ സെക്ഷൻ 13(1) എന്ന ഒരു കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ വ്യക്തി ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് ക്രുവാലിറ്റിയാണ്, രണ്ടാമത്തെ ഉപേക്ഷിച്ചു പോയി എന്നുള്ള രണ്ട് കാര്യങ്ങളാണ്. ഈ ക്രുവാലിറ്റി എന്ന് ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കാരണങ്ങളാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. ക്രുവാലിറ്റിയിൽ കാണിക്കുന്ന ഒന്ന് ഈ ഭാര്യ മദ്യപിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുറത്ത് ഫ്രഞ്ചുമായിട്ട് കറങ്ങാൻ പോകുന്നുണ്ട് ഹസ്ബൻഡിന്റെ പെർമിഷൻ ഇല്ലാതെ എന്നുള്ളതാണ്. മൂന്നാമത്തത് അവർക്ക് ആ സിറ്റിയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഫാമിലി കോടതി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ ഡിവോഴ്സ് പെറ്റീഷൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനെ ചൊല്ലി ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോടതിയിലേക്ക്, അലഹബാദ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുകയും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രുവാലിറ്റിയിൽ ഒരു കാരണവശാലും ഭാര്യ മദ്യപിക്കുന്നു എന്നൊരു കാര്യം വരില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം കോടതി പറഞ്ഞിട്ടുള്ളത് മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ കള്ളു കുടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് ഒരു തെറ്റായിരിക്കാം, എന്നാൽ ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് അത് ക്രുവാലിറ്റിയിൽ വരില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വ്യക്തിക്ക് ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു പോയി എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, 13(1) പറഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഈ വ്യക്തി ഒരുപാട് നോട്ടീസ് ഭാര്യയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഭാര്യ അതിന് കൂട്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു പ്ലാനും ഇല്ല തിരിച്ചു വരാനുള്ള ഒരു കാര്യം കോടതിക്ക് മനസ്സിലായി. കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒഴിവാക്കി പോയ ഒരു സിറ്റുവേഷനിൽ എടുക്കാനും പറ്റും, അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമെന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ അതേസമയം ക്രുവാലിറ്റിയിൽ ഡിവോഴ്സ് തരാൻ പറ്റില്ല. കാരണം ക്രുവാലിറ്റി എന്നുള്ളതിൽ ഒരു കാരണവശാലും മദ്യപിക്കുന്നത് ക്രുവാലിറ്റി ആയിട്ട് വരില്ല. എന്നാൽ മദ്യപിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹസ്ബൻഡിന് മെന്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ എന്തെങ്കിലും ഉപദ്രവമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രുവാലിറ്റിയിലേക്ക് എടുക്കാൻ പറ്റുമെന്നാണ് കോടതി പറഞ്ഞത്. അല്ലാതെ വെറും മദ്യപിക്കുന്നത് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നും കൂടി കോടതി പറഞ്ഞു. എന്നാൽ അതേസമയം കോടതി ഈ വ്യക്തിക്ക് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ്. എന്നാൽ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയിട്ട് അതും സാധിക്കാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഡിവോഴ്സ് കൊടുത്തിട്ടുള്ളത് കോടതി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.